പഴയ സെന്നിൻ്റെ ത്രോട്ടൽ ബോഡിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐഡൽ നിൽക്കില്ല, വണ്ടി ഓഫായി പോകും. അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതിൽ ഏത് പാർട്ടാണ് കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു യൂണിറ്റ് ഉണ്ട്. ഇത് ഐഡൽ സ്പീഡ് കൺട്രോളർ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനകത്തൊരു ആക്ച്വേറ്റർ ഉണ്ട്. ഇതിനകത്തായിട്ട് ഇതാണ് ആക്ച്വേറ്റർ. ഇതിനകത്തൊരു മെക്കാനിസം ഉണ്ട്. അത് ജാമായിരിക്കുന്നതാണ് ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ്. ഇത് ജാമായിരുന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഐഡൽ സ്പീഡ് കയറില്ല. ഇതിൽ കൂടെയാണ് ഐഡലിൽ എയർ കൊടുക്കുന്നത്. ഈ രണ്ട് ഹോൾ ഉണ്ടല്ലേ, ഇതിൽ കൂടെയാണ് ഐഡലിൽ എയർ കൊടുക്കുന്നത്. ഈ സാധനം കറങ്ങാതെ വരുമ്പോഴത്തേക്കും എന്ത് പറ്റും? എയർ അകത്ത് കയറില്ല. അപ്പോൾ ഐഡലിൽ നിൽക്കില്ല. വണ്ടി റൈസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റൈസ് ആകും. ത്രോട്ടൽ ബോഡി ഓപ്പൺ ആയിട്ട് അതിൽ കൂടെ എയർ കയറി വണ്ടി സ്റ്റാർട്ടായി റൈസ് ആകും. പക്ഷേ ഐഡൽ സ്പീഡ്, അതായത് വണ്ടി സ്റ്റാർട്ട് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ വണ്ടി നിൽക്കില്ല, സ്റ്റാർട്ടായി നിൽക്കില്ല. അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അഴിക്കും. ഈ രണ്ട് ബോൾട്ട് അഴിച്ചിട്ട് ഇത് നമ്മൾ റിപ്പയർ ചെയ്യും. റിപ്പയർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളെ കാർബറേറ്റർ സിലിണ്ടർ, ഇഞ്ചക്ടർ സിലിണ്ടർ എടുത്തിട്ട് നല്ല രീതിക്ക് അടിച്ച് അതിൻ്റെ ജാം മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലയിൻറ്റ് മാറും. ഇല്ല അതിൽ റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡൽ സ്പീഡ് കൺട്രോളർ യൂണിറ്റ് നമ്മൾ മാറും. അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.